എല്ലാവർക്കും Vedantu Malayalam YouTube ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പുതിയൊരു കീമിന്റെ വീഡിയോ ആയിട്ടാണ്. കീമിന്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞു, ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇനി നിങ്ങൾ കീമിന് വേണ്ടി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡൗട്ട് ആയിരിക്കും നമ്മൾ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയാതെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്കറിയാം നമ്മൾ കെമിസ്ട്രി ഏതൊക്കെ പഠിക്കണം എന്നുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫിസിക്സും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ഏതൊക്കെ ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഏത് ബുക്ക് റെഫർ ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ബുക്ക് റെഫർ ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മളെ കയ്യിൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ ഒബ്ജക്റ്റീവ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ള കുറേ ഗൈഡ്സ് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഗൈഡ്സ് ഒക്കെ ഉള്ള കുട്ടികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി ആ ഗൈഡ്സ് ഒക്കെ ഫോളോ ചെയ്യാം, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളുടെ കയ്യിൽ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കീമിന് നമ്മൾ പൊതുവേ കണ്ടുവരാറുള്ളത് NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബട്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനത്തെ ബുക്സ് ഒക്കെ വാങ്ങുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിനോട് നമ്മൾ യൂസ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ബുക്സ് ഒക്കെ നമ്മൾ വാങ്ങുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും നമുക്ക് കുറേ സൈറ്റ്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയാലും പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയാലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അങ്ങനെ കോൺസെപ്റ്റ് ക്ലിയർ ആണ്, കോൺസെപ്റ്റ് നിങ്ങൾ പക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതർവൈസ് നിങ്ങൾ NCERT ഫോളോ ചെയ്യുക. ഓക്കെ, NCERT നമ്മുടെ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, NCERT നിങ്ങളുടെ കോൺസെപ്റ്റ് പക്കയായിട്ട് നിങ്ങൾ വെക്കണം. ഓരോ ലൈനിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ നീറ്റിന് അതുപോലെ തന്നെയാണ് ഇവിടെ കീമിന് വരുന്നത്. ആൻഡ് കീമിന് നമ്മൾ പറഞ്ഞിരുന്നു കെമിസ്ട്രിയിലൊക്കെ പൊതുവെ കോൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണുന്നത്. നമ്മളെ ന്യൂമറിക്കൽസിനെക്കാട്ടും നമുക്ക് തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പക്കയായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, ഓരോ ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അത് ഇനി ഫിസിക്സിൻ്റെ കേസ് ആണെങ്കിലും മാത്സിൻ്റെ കേസ് ആണെങ്കിലും നമുക്ക് കുറേ ബുക്ക് ബാക്ക് ക്വസ്റ്റ്യൻസും അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് നിങ്ങളുടെ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ PYQs ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ആ കോൺസെപ്റ്റ് എങ്ങനെയാണ് അവർ ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയിട്ടുള്ളത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് PYQs ചെയ്യുമ്പോൾ മനസ്സിലാവും. ആൻഡ് നമുക്കറിയാം ഒരു ക്വസ്റ്റ്യന് 4 മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും മിസ്സാക്കാതെ നമുക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യണം, നമുക്ക് നല്ലൊരു കോളേജിൽ പോയി പഠിക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് സമയം പോലെ നിങ്ങളെ PYQs ഒക്കെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ കോൺസെപ്റ്റ് ഉഷാറാക്കിയിട്ട് നിങ്ങൾ PYQസും ചെയ്തിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പോയി എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ NCERT തന്നെ ആയിരിക്കും നിങ്ങൾ ചെയ്യാൻ നല്ലത്. ഓക്കെ, NCERT ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. ആൻഡ് നിങ്ങളുടെ കയ്യിൽ ഗൈഡ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി റെഫർ. ഓക്കെ, അതർവൈസ് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ഈ NCERT പഠിച്ചാൽ തന്നെ നല്ലൊരു സ്കോർ കീമിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ, കാരണം നമ്മൾ ഇനിയും പല വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, then till then bye.